ഹായ് നമസ്കാരം, പെബിൾസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു പരീക്ഷണവുമായാണ് വന്നിരിക്കുന്നത്. ബലൂൺ ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ്. കഴിഞ്ഞ പരീക്ഷണത്തിൽ നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് അവിടെ നടന്ന രാസപ്രവർത്തനം മനസ്സിലാക്കി. എന്നാൽ നമ്മൾ ബോട്ടിലിനുള്ളിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇന്നത്തെ പരീക്ഷണത്തിൽ നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് അതേ രാസപ്രവർത്തനം നടത്തുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലാണ് ഇന്നത്തെ പരീക്ഷണം. ആവശ്യമായ സാധനങ്ങൾ: ബലൂൺ, ഏത് കളറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, സുതാര്യമായ ഒരു ബോട്ടിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും. ഇതിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയുമാണ് പ്രധാന വസ്തുക്കൾ. നമുക്ക് ഒരു ഫണൽ കൂടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ബലൂൺ എടുത്ത് ഫണലിൽ ഈ കാണുന്നത് പോലെ വയ്ക്കുക. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇതുപോലെ ചേർക്കുക. ബലൂണിന് ഉള്ളിലേക്ക് ബേക്കിംഗ് സോഡ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഫണൽ ഒഴിവാക്കുക. അടുത്ത സ്റ്റെപ്പ് ബോട്ടിലിലേക്ക് വിനാഗിരി ചേർക്കലാണ്. ഇപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും റെഡിയാക്കി. ഇനി നമ്മൾ ബലൂൺ കുപ്പിയുടെ മുകളിലായി ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്. വിനാഗിരിയിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ബലൂൺ വലുതായി വരുന്നു. ഇവിടെ നടന്നത് നമ്മൾ മുൻപ് ചെയ്ത പരീക്ഷണമായ അഗ്നിപർവ്വതത്തിൽ നടന്ന അതേ രാസപ്രവർത്തനം തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രൂപം കൊള്ളുന്നു. അതുകൊണ്ട് ബലൂൺ വലുതായി വരുന്നു.